ഖാർഗെയ്ക്കും വിവേചനമോ എന്നാണ് ചോദ്യം. സ്മൃതി, യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ് പ്രസിഡന്റ്, ഒരു സമുന്നതനായ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്ര കാലം പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവിന് തന്നെ ഇതാണ് വിവേചനം, ഇതാണ് സാഹചര്യം എന്നുള്ളത് അദ്ദേഹം തന്നെ പാർലമെന്റിൽ പറയുകയാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹം ഓഗസ്റ്റ് 8 ഉത്തരാഖണ്ഡിൽ ഹൽദ്വാനി എന്ന സ്ഥലത്ത് കോൺഗ്രസിന് സമ്മേളനം നടക്കുന്നു. അതിനുശേഷം അവിടെ ഒരു ശുദ്ധികലശം നടക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ശുദ്ധികലശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ പ്രസംഗിക്കാൻ വന്ന ഖർഗെ അദ്ദേഹം അശുദ്ധനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ച് അവിടെ നിന്ന് പോയ ശേഷം അവിടെ ശുദ്ധികലശം നടത്തുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ ഒരു അശുദ്ധനായ വ്യക്തി അവിടെ നിന്ന് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തെ സ്പർശിക്കാൻ പാടില്ല. അദ്ദേഹം നിന്ന സ്ഥലം അശുദ്ധമാക്കപ്പെട്ടു എന്ന ഒരു ആലോചനയിൽ നിന്നാണല്ലോ ഇത് ചെയ്യുന്നത്. ശ്രീരാമസേന ചെയ്തിരിക്കുന്നു. അങ്ങനെ ശ്രീരാമസേന, ഹനുമാൻ സേന, അങ്ങനെ എത്ര സേനകളുണ്ട്. ഈ സേനകളൊക്കെ തന്നെയും ഈ പരിവാറിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അവർ പല ഘട്ടങ്ങളിലായി, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്താകെ തന്നെയും ഈ തരത്തിലുള്ള സംഭവങ്ങൾ, സാധാരണ ജനങ്ങൾക്കെതിരെ, ദളിതുകൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളായി വാർത്തകൾ നൽകിയിട്ടുണ്ട്. ദളിതുകളെ മൂത്രം കുടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെരുപ്പ് കൊണ്ട് മുഖത്തടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് വാർത്തയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ഇതാണല്ലോ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട് പല സംഭവങ്ങളും. കേരളത്തിലും പല ഇടങ്ങളിലും അത്തരം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഗ്രിയും അതിൻ്റെ രീതിയും ഒക്കെ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. രാജ്യത്തെ ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട ഒരു നേതാവിന് തന്നെ ഇത് അനുഭവവേദ്യമാകുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആശങ്കപ്പെടുന്നത്. അവിടെയാണ് നമുക്ക് ഈ സനാതന ധർമ്മ വിവാദം ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ വിവക്ഷിക്കുന്നത്? ആളുകളെ ജോലിയുടെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ കള്ളികളായി തിരിച്ചുകൊണ്ട് അതിലേറ്റവും താഴെയുള്ള വിഭാഗമാണ് ഈ പറയുന്ന ദളിതരെന്നും അവർ തൊട്ടുകൂടാത്തവരാണ് എന്നും കൂടി കൃത്യമായി പറഞ്ഞു വയ്ക്കുന്ന സനാതന ധർമ്മ നിലപാട്, ആ നിലപാട് ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് കുറച്ചുകൂടി സ്വീകാര്യത ലഭിക്കുന്ന രീതിയിലേക്ക് ആ പ്രവർത്തനം നടക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് ആശങ്കപ്പെടുത്തേണ്ട കാര്യം. അപ്പോൾ ഈ സനാതനധർമ്മ വിഷയത്തിൽ മുൻപ് നമ്മുടെ ഈ രാജ്യത്ത് ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾ നടക്കുമ്പോൾ സനാതനധർമ്മത്തിനെതിരെ പ്രതികരിച്ച അന്ന് DMK ഒക്കെ അതിശക്തമായി പ്രതികരിച്ചിരുന്നു. അങ്ങനെ പ്രതികരിച്ചവർക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണം ഏത് രൂപത്തിലായിരുന്നു നമ്മൾ കണ്ടതാണ്. എത്രത്തോളം അത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രപതിക്ക് ഇപ്പോൾ അനുഭവഭേദ്യമായി എന്ന് പറയുന്ന കാര്യം, പക്ഷേ അത് വേറെ ചില ഘട്ടങ്ങളിൽ രാഷ്ട്രപതി ഒരു ആദിവാസി വിഭാഗത്തിൽ വന്ന ഒരാളെ ഞങ്ങളിതാ രാഷ്ട്രപതി ആക്കിയില്ലേ എന്ന് മേനി പറയാറുണ്ട്. അതേസമയം ഈ രാഷ്ട്രപതിക്ക് പ്രധാനപ്പെട്ട വേദികളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഖർഗെ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ഒരു ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നാക്കം നടക്കുകയാണ്. പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഈ പറയുന്ന പുരാണം എന്ന് പറയുന്നത് ശാസ്ത്രമാണ് എന്ന രൂപത്തിൽ വിവക്ഷിക്കുക, അത് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നതാണ് എന്ന രൂപത്തിൽ വിവക്ഷിക്കുക, അതിനെതിരെ പ്രതികരിക്കുന്നവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, ഇതൊക്കെ നമ്മളിവിടെ കാണുകയാണ്. ഖർഗെയുമായി ബന്ധപ്പെട്ട് ഖർഗെ ഈ ഒരു വെളിപ്പെടുത്തൽ രാജ്യസഭയിൽ നടത്തുമ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ അതിൽ ആശങ്കപ്പെടുന്നുണ്ട്. CP രാധാകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധന വേണമെന്ന്. JP നഡ്ഡയാണ് അതിൽ പ്രതികരിച്ച മന്ത്രി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ സംഭവിച്ചെങ്കിൽ പരിശോധിക്കുമെന്ന്. ആ പരിശോധനയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. BJPക്ക് അത് റോളില്ല എന്ന് പറയുമ്പോൾ BJPക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന എപ്പോഴും ഈ പറയുന്ന സേനകളായിരിക്കും. സേനകൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മയുണ്ട്. അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, അവർ നടത്തുന്ന നടപടികൾക്ക് ശേഷം ഇപ്പോൾ ജയിലിൽ പോയാലും തിരിച്ചു വന്നാൽ അവർക്ക് മാലയിടുക, ഇത്തരം നടപടികൾ പല ഘട്ടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഖാർഗെയ്ക്കും സംഭവിച്ചിരിക്കുന്ന ആ അനുഭവമാണ്. അപ്പോൾ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാട്, അതാണ് ഇതിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നിലപാട് ഈ സനാതന ധർമ്മത്തിനൊപ്പമാണ്. സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ ആ ഭരിക്കുന്നവരുടെ നിലപാടാണ് ഇവിടെ ഈ രാമസേന നടപ്പാക്കിയിരിക്കുന്നത്. വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഖർഗെയുടെ മകൻ ഇവിടെ കർണാടകയിലെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം അവിടെ RSSനെതിരെ എടുത്തിരിക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ RSS ഒരു രജിസ്റ്റേർഡ് സംഘടനയല്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയും. എന്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന ചോദ്യം ഖർഗെയുടെ മകൻ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യം ഇവിടെ അലോസരപ്പെടുത്തുന്നുണ്ട് പലരെയും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അവിടുത്തെ വിവിധ സംഘടനകൾക്ക് പരിപാടികൾ നടത്തണമെങ്കിൽ കൃത്യമായ അനുമതി വേണമെന്ന് പറയുന്നത്. RSSന് ആ രൂപത്തിൽ അവിടെ പരിപാടി നടത്തണമെങ്കിൽ രജിസ്റ്റേർഡ് ആകണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. കർണാടകയിൽ അവിടെ ഒരു നിലപാട് ഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കാവുന്ന, അതുകൂടിയാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കാവുന്നതാണ്. ഖർഗെ പലതരത്തിൽ ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, രാഷ്ട്രീയമായി അതിശക്തമായ പ്രതികരണം നടത്തുന്ന ഒരു നേതാവാണ്. നമുക്കറിയാം ഖർഗെയെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാക്കിയതും ഒരു സന്ദേശം എന്ന നിലയ്ക്കാണ്. അത് രാഹുൽ ഗാന്ധി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശം എന്ന നിലയ്ക്കാണ്. അങ്ങനെ ഒരു ദളിത്
സംഘടനയിൽ നിന്ന് ഒരു നേതാവ് ഉയർന്നു വരേണ്ടതുണ്ട് എന്നൊരു ആലോചനയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ അധ്യക്ഷനാക്കിയത്. അതേപോലെ തന്നെ ഇപ്പോൾ പല ഘട്ടങ്ങൾ, പല രൂപത്തിലും, പല സംവിധാനങ്ങളിലും ദളിതുകളും OBCകളും എത്രയുണ്ട് എന്നൊരു എണ്ണമടക്കം, അതിലൊരു പരിശോധന അടക്കം നേരത്തെ കോൺഗ്രസ് നടത്തുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മോദി അദ്ദേഹം പിന്നാക്കക്കാരനാണെന്ന് പറയുമ്പോൾ അദ്ദേഹം OBC വിഭാഗത്തിലെ, അദ്ദേഹത്തിനെ ബനിയ വിഭാഗം OBC വിഭാഗത്തിൽ പിന്നെ ചേർക്കപ്പെട്ടതാണല്ലോ. അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടുത്തെ സമ്പന്ന വിഭാഗമാണ്. അത് ഒരു രാഷ്ട്രീയ നേട്ടവുമായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് ആ വിഭാഗത്തെ ഈ പറയുന്ന പിന്നാക്കക്കാരുടെ പട്ടികയിൽ പെടുത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാചകങ്ങൾ പലപ്പോഴും BJP തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളതും ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന നടപടികളിലേക്ക് കടന്ന് അവരുടെ വോട്ട് കൂടി നേടിയിട്ടാണെന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നാക്കക്കാരുടെ വോട്ട് നേടുന്നു പല ഘട്ടങ്ങളിൽ. അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ജീവിതവും പരിസരവുമായി ബന്ധപ്പെട്ട്, അവരുടെ നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട്, ജീവിത നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം വിവേചനം കാണിക്കുന്നു, എത്രത്തോളം അവർ മാറ്റി നിർത്തപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ, ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം പാർലമെന്റ് അവസാനിക്കുമ്പോൾ ഈ ഒരു വാചകം, തനിക്ക് ദളിത് വിവേചനം നേരിടേണ്ടി വന്നു എന്ന് ഖർഗെ പറഞ്ഞിട്ടുള്ള അതൊരു എന്താ പറയുക, നമ്മുടെ മേൽ പതിച്ചിരിക്കുന്ന ആഘാതം ഉള്ള ഒരു വലിയ സംഗതിയാണെന്നുള്ളതാണ്. അതിനോട് ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധ റാലിയൊക്കെ നടന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലപാടെടുക്കേണ്ട വിഷയം. Meet the editors.